നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്ന് ഉടനെ കാണുന്നത് ജാസ്മിൻ ജാഫറിൻ്റെ ഇഷ്യൂസാണ്. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഫുൾ വിവാദങ്ങളാണ്. പക്ഷേ ജാസ്മിൻ ജാഫർ ഹാർഡ് വർക്കറാണ് ആൻഡ് ഓൾസോ സ്മാർട്ട് വർക്കർ കൂടിയാണ്. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ ബിഗ് ബോസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോകുന്ന ആൾക്കാർ എല്ലാവരും ഒരു ഫോക്കസാണ് 100 ഡേയ്സ് ആ വീട്ടിൽ ഇരിക്കണം എന്നുള്ളത്. ജാസ്മിൻ ജാഫറും അവിടെ 100 ഡേയ്സ് നിൽക്കാൻ തന്നെയാണ് പോയത്. പക്ഷേ ബിഗ് ബോസിൽ ആ ലാംഗ്വേജിന്റെ ബിഗ് ബോസിൽ നോക്കിയാൽ മതി, 100 ഡേയ്സ് നിന്നവർ 3 കാറ്റഗറി ഫോളോ ചെയ്ത ആൾക്കാരായിരിക്കും. ഫസ്റ്റ് വൺ വന്നിട്ട് ലവ് ട്രാപ്പാണ്. എന്നും ബിഗ് ബോസ് അവരൊരു ചെറിയ ഷോർട്ട് എടുത്തിട്ട് ലവ് സീൻ കാണിക്കാം. അങ്ങനെ കാണിക്കുമ്പോൾ ഓഡിയൻസ് എൻഗേജ് കൂടും. ബിഗ് ബോസ് ഇന്നും നോക്കാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഓഡിയൻസ്. രണ്ടാമത്തേത് സിമ്പത്തിയാണ്. അതവരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാൾ മാത്രമേ സെപ്പറേറ്റ് ആയിരിക്കുക, അതിൽ മാത്രം ടാർഗറ്റ് ആക്കുക. അപ്പോഴാണ് ഓഡിയൻസ് ഒരു സിമ്പത്തിയിൽ അയാൾക്ക് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ അവിടെ 100 ഡേയ്സ് നിൽക്കാറുണ്ട്. മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ അടിപിടി ചെയ്യുന്ന ആളായിരിക്കും. എല്ലാ കാര്യത്തിലും അനാവശ്യമായി ഇടപെട്ടിട്ട് അടി ഉണ്ടാക്കുക. ഇങ്ങനെ അടി ഉണ്ടാക്കുമ്പോഴാണ് ഓഡിയൻസിന് എന്റർടൈൻമെന്റ് കിട്ടുന്നത്. പക്ഷേ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട്, ബിഗ് ബോസിന്റെ വീക്ക്നെസ് ഒക്കെ അറിഞ്ഞിട്ടാണ് ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണ് ജാസ്മിൻ ജാഫർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. നമ്മൾ വീഡിയോയിൽ കണ്ട ജാസ്മിൻ ജാഫറിനും ബിഗ് ബോസിൽ കാണുന്ന ജാസ്മിൻ ജാഫറിന് ഡിഫറൻസ് ഉണ്ട്. കാരണം ജാസ്മിൻ ജാഫർ 100 ഡേയ്സ് അവിടെ നിൽക്കാൻ പോയതാണ്. അതുകൊണ്ടിട്ട് എങ്ങനത്തെ കളി വേണമെങ്കിലും ജാസ്മിൻ ജാഫർ കളിച്ചിട്ട് തന്നെ വരും. 100 ഡേയ്സ് വരെ നിൽക്കാനുള്ള ഓരോരോ തന്ത്രങ്ങൾ ചെയ്തുകൊണ്ട്, ഓരോരോ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട്, ചില സമയത്ത് ലവ്, റൊമാൻറ്റിക്, ചില സമയത്ത് ഫൈറ്റ്, ചില സമയത്ത് ഒറ്റപ്പെടൽ, ഇങ്ങനെയൊക്കെ കളി കളിച്ചാൽ മാത്രമേ അവിടെ 100 ഡേയ്സ് നിൽക്കാൻ പറ്റുള്ളൂ. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ജാസ്മിൻ ജാഫറിനെ പറ്റി വിവാദങ്ങളാക്കാതിരിക്കുക. കാരണം അവരുടെ പേരൻസ് ആണ് പുറത്തുള്ളത്. ഒരുപാട് വീഡിയോസ് ഒക്കെ ലവ് ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ജാസ്മിൻ ജാഫർക്ക് പുറത്ത് എന്താണ് നടക്കുന്നത് ഒന്നും അറിയില്ല. പക്ഷെ അവരുടെ പേരൻസിന് ഭയങ്കരമായിട്ട് ഇത് ഇറിറ്റേറ്റ് ആവുന്ന വാക്കാണ്. സോ ദയമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ബിഗ് ബോസ് പ്ലാറ്റ്ഫോം ഒരു ഗെയിമാണ്. 100 ഡേയ്സ് നിൽക്കണം വേണ്ട, ജയിച്ച് വരണം എന്നുള്ളൊരു ചാലഞ്ച് കൂടിയാണ് അവിടെ പോകുന്നത്. നിൽക്കുന്ന ഞാനായിട്ടുണ്ടാവില്ല ബിഗ് ബോസിന്റെ ഉള്ളിൽ പോകുന്നത്. അവിടെ പോയാൽ ഫുൾ ക്യാരക്ടർ ചേഞ്ച് ചെയ്യേണ്ടി വരും. താങ്ക് യു ഫോർ വാച്ചിങ്.